MDMA അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഓന് ഒറ്റയ്ക്കല്ലത്, ആള് വേറെ സഹായികളുണ്ട്. ശക്തമായ അന്വേഷണം വേണം. നമസ്കാരം. മലപ്പുറം കരുവാരക്കുണ്ടിലെ കൊലപാതകം. വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒൻപതാം ക്ലാസ്സുകാരി കൊന്നത് മറ്റാരുമല്ല, സ്വന്തം സുഹൃത്ത് അല്ലെങ്കിൽ കാമുകൻ. 16 വയസ്സ് മാത്രം പ്രായമുള്ള അതേ സ്കൂളിൽ തന്നെ പഠിക്കുന്ന +1 വിദ്യാർത്ഥി. ബെസ്റ്റ് മനസ്സിലായോ? അതിലിപ്പോൾ ഒരു വൺ ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്, വൺ വഴിത്തിരിവ് വന്നിരിക്കുകയാണ്. അതായത് ഇപ്പൊ നമ്മൾ അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കഥ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെയാണ് ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെന്ത് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. അതായത് രാവിലെ പോയി പെൺകുട്ടിയുടെ അമ്മ തന്നെയാണ് എന്ത് ചെയ്തത്, നേരെ കൊണ്ടുപോയി സ്കൂളിലാക്കുന്നത്. സ്കൂളിലാക്കിയിട്ട് വൈകിട്ട് 5 മണിയായിട്ടും ഈ പെൺകുട്ടിയെ കാണാത്തത് കൊണ്ട് നേരെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെന്ത് ചെയ്തു, നേരെ പോയി അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നു, ഈ പെൺകുട്ടിയെ കാണുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ അധ്യാപകർ പറയുന്നത് എന്ന് വെച്ചാൽ, സ്കൂളിലെ അധ്യാപകർ പറയുന്നതെന്ന് വെച്ചാൽ, അന്നത്തെ ദിവസം രാവിലെ ഈ പെൺകുട്ടി സ്കൂളിൽ വന്നിരുന്നു. ഈ പെൺകുട്ടിയെ അധ്യാപകർ ഉൾപ്പെടെ പലരും കണ്ടിട്ടുണ്ട്, പക്ഷെ ക്ലാസ്സിൽ കയറിയില്ല. ക്ലാസ്സിൽ കയറാതെ ഈ പെൺകുട്ടിയെ ഈ പയ്യന്റെ കൂടെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ പരാതി കൊടുത്തപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരു പയ്യനുമായിട്ട് ചെറിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഈ പയ്യനെ നമുക്ക് സംശയമുണ്ട്. അതുമല്ല 2 ദിവസം മുമ്പ് ഈ പയ്യൻ ഈ പെണ്ണിന്റെ വീട്ടിൽ വന്ന് വെല്ലുവിളിച്ചു. അതായത് ഇവരുടെ ബന്ധത്തിന് കൂട്ടു നിൽക്കാത്തത് കൊണ്ട് ഈ പയ്യൻ വന്നു ഈ പെൺകുട്ടിയുടെ അമ്മയെ വെല്ലുവിളിച്ചു, എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ എന്നെ കുറ്റം പറയരുത് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതിന് ഡീറ്റെയിൽസിലേക്കും വാർത്തകളിലേക്കും വരാം. ഇവിടെയുള്ള സംശയവും, ഇത് ഈ കൊലപാതകം നടത്തിയത് ഇവൻ മാത്രമാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർ കൊണ്ട് പരാതിപ്പെട്ടു, ഈ പറയുന്ന പയ്യന്റെ പേര് പോയി പയ്യനെ പറഞ്ഞു, ഈ പയ്യനെ സംശയം. അങ്ങനെ പോലീസുകാർ നേരെ പോയി ഈ പയ്യനെ ആദ്യം പൊക്കുന്നു. ഈ പയ്യനെ പൊക്കിയപ്പോൾ പയ്യൻ പറഞ്ഞു, ശരി തന്നെയാണ്, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഈ പയ്യൻ പറയുന്നു. അതിനുശേഷം ഈ പയ്യൻ പറയുന്നു, ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ഇവിടെ ട്രെയിനിൽ നിന്ന് വീണാണ് മരിച്ചത് എന്ന് ഈ പയ്യൻ പറയുകയും, ഈ പയ്യൻ തന്നെയാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കിടന്ന സ്ഥലത്തേക്ക് പോലീസിനെ കൊണ്ടുപോയത് എന്നുള്ളതാണ്. പോലീസിന് തന്നെ നോക്കിയപ്പോൾ തന്നെ ഈ 2 ഫ്രണ്ടിലെ കൈകളും കാലുകളും കെട്ടിയിട്ട നിലയിലായിരുന്നു എന്നുള്ളതും, അതുപോലെ വായ്ക്കകത്ത് തുണി തിരികെ കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. മനസ്സിലായോ? ആ നിലയിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കിടന്നത്. അതുമല്ല ദേഹമാസകലം മുറിവുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി, ഇത് ട്രെയിൻ തട്ടി മരിച്ചതല്ല, ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് പോലീസിന് മനസ്സിലാക്കി. ഈ പയ്യനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പയ്യനെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പയ്യൻ കുറ്റം സമ്മതിച്ചു. അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവളെ പീഡിപ്പിച്ചു, കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. കെട്ടിയിട്ട് പീഡിപ്പിച്ചിട്ട് അവസാനം കഴുത്ത് ഞെരിച്ചു കൊന്നു എന്ന ഇവൻ പോലീസിന് കൊടുത്ത മൊഴി. പക്ഷെ ഇവനിത് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 2, ഈ വീട്ടുകാരൊക്കെ ഈ പറയുന്ന എതിർത്തുവെങ്കിലും ഇവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. മനസ്സിലായല്ലോ? ഈ പയ്യനും ഈ പറയുന്ന ഈ പെൺകുട്ടിയും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. എന്തോന്നിടെ ഇത്, ഞാൻ അതിന് മുമ്പേ വെറും 14 വയസ്സായ പെൺകുട്ടി, 16 വയസ്സായ ചെറുക്കൻ. ഈ ചെറുക്കൻ എന്ന് വെച്ചാൽ ഒരിക്കലും സ്കൂളിൽ കയറാത്ത ഒരു പയ്യനാണ്. സ്കൂളിലൊന്നും അങ്ങനെ വരാറൊന്നുമില്ല, സ്കൂൾ ക്ലാസ്സിലൊന്നും കയറാറില്ല. ഇവനൊരു വാളി ചെറുക്കനെ പോലെ കഞ്ചാവ് അടിച്ച് കിടക്കുന്ന പോലെ MDMA ഒക്കെ ഉപയോഗമുണ്ടെന്നുള്ള സംശയവുമുണ്ട്. മനസ്സിലായോ? അവൻ എന്ത് ചെയ്യും, രാവിലെ വരും, എന്തെങ്കിലും പണിക്ക് വല്ല പോകും, ആ കിട്ടുന്ന പൈസ കൊണ്ട് അടിച്ച് വിറ്റായി, അല്ലെങ്കിൽ ഇമാരി ഈ കലിപ്പന്റെ കാന്താരി ആ ലെവലിലുള്ള ഒരു ചെറുക്കനാണ്. എന്നിട്ട് ഇവനെ ഒരിക്കയോ ഇവൻ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി പെൺകുട്ടിയുടെ അമ്മ കണ്ട് ഇവനെ പൊക്കി ഇവനെ താക്കീത് ചെയ്തു. മനസ്സിലായോ? ഇവനെ താക്കീത് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഇവൻ ഇവിടെ വരാതെ, അതിനുശേഷം ഇവര് തമ്മിൽ പ്രണയം പൂത്തുലഞ്ഞ് നടന്നു എന്നുള്ളതാണ്. സ്കൂളിൽ വെച്ച് സ്കൂൾ അധ്യാപകർ ഉൾപ്പെടെ ഇവരുടെ ബന്ധം പലപ്പോഴായിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കേസ് വരെ ആയ സാധനമാണ്. മനസ്സിലായോ? എന്നിട്ട് അപ്പൊ അവൻ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആത്മാർത്ഥമായ പ്രണയമാണ്. അതുമല്ല ഈ പയ്യൻ പറയുന്നത്, ഈ കൊണ്ടുപോയ സ്ഥലം, അതായത് കരുവാരക്കുണ്ടിലാണ് ഈ പെൺകുട്ടിയുടെ സ്ഥലം. അവിടെ നിന്ന് ഏത് വാണിയമ്പലം ആ ഭാഗത്ത് കുറച്ച് ദൂരമാണ്. അവിടെയുള്ള ആ വാണിയമ്പലം എന്ന് പറയുന്ന സ്ഥലത്തെ തൊട്ടടുത്തുള്ള ഏതൊരു സ്ഥലത്തിന്റെ പേരുണ്ട്. അവിടെ ആ റെയിൽവേ ട്രാക്കിനടുത്തുമായിട്ട് അവിടെ കുറ്റിക്കാടൊക്കെയുള്ള ആരും വരാത്ത സ്ഥലമാണ്. ഈ പയ്യൻ കൊടുത്ത മൊഴി, ഇതിനു മുമ്പേ അവർ ഇതിലെ ട്രെയിനിൽ സഞ്ചരിച്ചപ്പോൾ ഈ ഒരു ഭാഗമല്ല, അല്ലെങ്കിൽ ഈ ഒരു സാധനമൊക്കെ, ഈ ഒരു സ്ഥലമൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നു എന്നുള്ളതാണ്. അതുമല്ല, അതായത് വളരെ ആസൂത്രിതമായ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള മർഡറാണ്. നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവൻ മനഃപൂർവ്വം വിളിച്ചു കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ്. ഇവർ തമ്മിൽ പ്രണയമായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് ഇവൻ കൈകാല് കെട്ടിയിട്ടു എന്നുള്ളതാണ്.
ഒരു നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുമല്ല അവിടെയുള്ള ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ഇവന്റെ കൂടെ മറ്റൊന്ന് രണ്ട് പേരും കൂടി ഉണ്ടായിരുന്നു എന്നുള്ള സംശയം. അതിന് വളരെ വളരെ പിന്നീട് സംശയം നമുക്ക് തന്നെ തോന്നും. എന്തിന്? ഒന്നാമത്തെ കേസ് ഈ പെൺകുട്ടിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ചത് രണ്ടുപേർക്കും പ്രണയമാണല്ലോ. അപ്പോൾ കെട്ടിയിട്ട് പീഡിപ്പിച്ചത് എന്ത് എന്നുള്ളത്, അത് പീഡിപ്പിച്ചതിന് ശേഷമാണ് കൊല്ലുന്നത്. അപ്പോൾ യവൻ ഇനി ഇവന്റെ സുഹൃത്തുക്കൾക്ക് കാഴ്ചവെച്ചോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് എന്നുള്ളത്. ഇനി വാർത്തകളിലേക്ക് പോകാം. ആദ്യം നമുക്കൊരു വാർത്ത കേൾക്കാം. ഓക്കെ. സ്കൂളിൽ പലപ്പോഴും പോകാറില്ല ഈ പെൺകുട്ടിയുമായി അടുപ്പമുള്ള പ്രതി. അതുകൊണ്ട് തന്നെ സ്കൂളിൽ കൃത്യമായി വരാൻ മറ്റു ജോലിക്കൊക്കെ പോകുന്ന ഒരാളാണ്. പക്ഷേ ഇവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇയാൾ പോവുകയും ചെയ്തിരുന്നു. അത് വീട്ടുകാർ ഇവർ തമ്മിലുള്ള ബന്ധം അറിഞ്ഞ് അത് വിലക്കുകയും ഇയാളെ താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇയാൾ ഒരു വെല്ലുവിളിക്കുന്ന സ്വരത്തിൽ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തിയതായും പറയുന്നുണ്ട്. ഏതായാലും ക്രൂരമായൊരു കൊലപാതകമാണ്, ആസൂത്രിതം. മനസ്സിലായോ? ഈ ചെറുക്കൻ പണിക്കും കൂലിക്കൊന്നും പോയി, ഞാൻ പറഞ്ഞത് തന്നെയാണ്, പണിക്കും കൂലിക്കൊന്നും പോകാറില്ല. അതുപോലെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോകും. ആലോചിച്ചോക്കോ, വെറും 9 വയസ്സാണ്. വെറും 9 വയസ്സ്, 14 വയസ്സായ പെൺകുട്ടികൾക്ക് രണ്ടുപേർക്കും പ്രായപൂർത്തി ആയിട്ടില്ല. ഇനിയിപ്പോൾ യവനെ പിടിച്ചിരുന്നാൽ ഈ പറയുന്ന മൈനറാണ് എന്നുള്ള രീതിയിൽ യവനെ അങ്ങ് പറഞ്ഞു വിടും. ജൂനിയർ ഹോമിലെ ഒക്കെ കൊണ്ടുവിട്ടിട്ട് യവനെ പറഞ്ഞു വിടും. മനസ്സിലായോ? ഇപ്പോൾ ജയിലിൽ കിടന്നാൽ നല്ല പൈസയും കൂടിയാണ്, നല്ല പണവും വാങ്ങിച്ചോട്ട് തിരിച്ചിറങ്ങുമ്പോൾ സർക്കാർ എങ്ങനെ കൊടുക്കുകയാണ് പണവും വരിക. എത്ര കൊലപാതകം ചെയ്യാൻ ജയിലിൽ പോയി കിടക്കും, നല്ല പണം കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. അടുത്ത അവരുടെ അധ്യാപകൻ പറയുന്ന ഒരു സാധനമുണ്ട്. ഈ പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിൽ അധ്യാപകർ നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ ഇന്നലെ സ്കൂളിൽ വന്നിട്ടില്ല? ഇന്നലെ സ്കൂളിൽ വന്നിട്ടില്ല. കുട്ടി ഇന്നലെ സ്കൂളിൽ ആബ്സെൻ്റ് ആണ്. സ്കൂളിൽ യൂണിഫോമിലിട്ട് സ്കൂളിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ സ്കൂളിൽ ഇന്നലെ കയറാതെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഈ പെൺകുട്ടിയും ഈ പയ്യനും തമ്മിൽ അടുപ്പമുണ്ട് നിങ്ങൾക്ക് അറിയാമായിരുന്നു? 1-2 പ്രാവശ്യമൊക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസിലൊക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. പേരൻസ് തന്നെ സ്റ്റേഷനിലൊക്കെ പരാതി പറഞ്ഞിട്ടുള്ളതാണ്. ഇയാളുടെ സ്വഭാവം എങ്ങനെയാണ്? കണ്ടോ, ഈ പയ്യൻ സ്കൂളിൽ നിന്നും കയറാത്ത പയ്യനാണ്. 1-2 വട്ടം ഈ സംഭവം പിടിച്ചിട്ടുമുണ്ട്. അതുമല്ല ഈ പെൺകുട്ടി സ്കൂളിൽ വന്നിട്ടുണ്ട്. യൂണിഫോമിൽ പെൺകുട്ടി NCCയിലോ അങ്ങനെ എന്തൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ്, നല്ല ആക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അതിനുശേഷം സ്കൂളിൽ വന്നതിന് ശേഷം ഈ പയ്യന്റെ കൂടെ പോയതാണ്. എന്നിട്ട് ഈ പെൺകുട്ടി വൈകിട്ട് ഫോൺ ചെയ്ത് അമ്മയെ പറയുന്നുണ്ട്. അത് അവളുടെ ബന്ധു പറയുന്ന ഒരു ക്ലിപ്പും കൂടി നമുക്ക് കേൾക്കാം. ചെറിയൊരു പയ്യനായിട്ട് ചെറിയൊരു റിലേഷൻ ഉണ്ടായിട്ട് സ്റ്റേഷനിൽ പോയിട്ട് ഒന്ന് വാൺ ചെയ്തൊക്കെ വിട്ടതാണ്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഇന്നലെ പിന്നെ ഇങ്ങനെ കുട്ടി രാവിലെ സ്കൂളിലേക്ക് പോയതാണ്. അമ്മ തന്നെയാണ് സ്കൂളിലേക്ക് വിട്ടത്. പക്ഷേ സ്കൂളിലേക്ക് കുട്ടി എത്തിയിട്ടില്ല. അങ്ങനെ മിസ്സിങ് ആണെന്നൊരു ഏകദേശം ഒരു ഈവനിങ്ങിൽ അറിയണത്. അപ്പോൾ കുട്ടി ഒരു നമ്പറിൽ നിന്ന് വിളിച്ചു, ഞാൻ അവിടെ എത്താനായി, വീട്ടിലെത്താനായി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ നമ്പർ പിന്നെ സ്വിച്ച് ഓഫ് ആയി. ഫോണില്ലേ? ആ നമ്പർ പിന്നെ സ്വിച്ച് ഓഫ് ആയി. ആ നമ്പർ ഇതുവരെ പിന്നെ സ്വിച്ച് ഓൺ ആയിട്ടില്ല. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അമ്മക്ക് സംശയം തോന്നിയപ്പോഴാണ് അമ്മയാണ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്. അങ്ങനെ പോലീസ് സ്റ്റേഷൻ പോയി പരാതി കൊടുത്തു. സാറന്മാർ അന്വേഷിച്ചു. ഇവിടെ തൊടുവപ്പലം വരെ ആ ഒരു നമ്പറിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ട് അവർ അന്വേഷിച്ചു. പിന്നെ ഇപ്പം അറിയണത് ഈ ചെക്കനെ ഇവിടെ ഒരുപാട് ആൾക്കാർ കണ്ടതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ കുട്ടീനെ ആരും കണ്ടതായിട്ട് പറയും. പിന്നെ പറഞ്ഞു ഒരു 4 പേര് ഇതിലങ്ങനെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്, അതിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അങ്ങനെ വന്നപ്പോൾ ന്യൂസ് കിട്ടിയത്. അത്ര അനുഭവമില്ല? കുട്ടി സ്കൂളിൽ പോയിട്ട് ക്ലാസ്സിൽ പോകാത്ത പ്രശ്നം ആയിട്ടില്ല? അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഇത് ബന്ധു പറയുന്നതാണ്. അതായത് ഈ പെൺകുട്ടി വൈകിട്ട്, എത്ര സമയം എന്ന് പറയുന്നില്ല, വൈകിട്ട് ഒരു നമ്പറിൽ നിന്ന് ഈ അമ്മയെ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ വീട്ടിലെത്താറായി എന്ന് അമ്മയെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് പെൺകുട്ടിക്ക് ഫോൺ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ പെൺകുട്ടിക്ക് ഫോൺ ഇല്ല എന്ന് അവർ തലയാട്ടുന്നു. ഇങ്ങനെ തലയാട്ടുന്നു. അതൊക്കെ കള്ളമായിരിക്കും. പെൺകുട്ടിക്ക് ഫോൺ കാണും. ചിലപ്പോൾ വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്ന് വിളിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അവൻ നിർബന്ധിച്ച് വിളിപ്പിച്ചതായിരിക്കാം. അതുമല്ല ഇവൻ ഈ പറയുന്ന അവിടെയുള്ള നാട്ടുകാർ പലതും കണ്ടിട്ടുണ്ട്. ഈ പയ്യൻ ഈ ചുറ്റുപാട് തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ പയ്യൻ എന്ത് ചെയ്തു, ഈ പോലീസ് വരുന്നത് കാര്യങ്ങളൊക്കെ അറിഞ്ഞത് കൊണ്ട് ഇവൻ നേരെ തൊട്ടടുത്തുള്ള ആ പരിസരത്തുണ്ടായിരുന്നു, തൊട്ടടുത്തുള്ള ഏതൊരു വീട്ടിൽ കയറി അവൻ്റെ അച്ഛനെ, അവിടുത്തെ ഫോൺ വാങ്ങി ഇവൻ്റെ അച്ഛനെ വിളിച്ചു വരുത്തി ആണ് ഈ പയ്യൻ ഇവിടെ നിന്ന് പോകുന്നത് എന്നുള്ളതാണ്. മനസ്സിലായോ? അതൊന്ന്. രണ്ടാമത് ഈ പെൺകുട്ടി ഉൾപ്പെടെ ഒരു 3 പേര് അവിടെ കൂടെ നടന്നു പോയി. അതായത് 2 പയ്യന്മാരും ഒരു പെണ്ണുമായിട്ട് ഇങ്ങനെ നടന്നു പോയതായിട്ട്, 3 പയ്യന്മാരും ഒരു പെണ്ണുമായിട്ട് നടന്നു പോയതായിട്ട് പല ദൃക്സാക്ഷികളും പറയുന്നത്. അത് ഈ പെൺകുട്ടിയാണോ എന്നറിയത്തില്ല. മനസ്സിലായി? അപ്പൊ ഞാനൊന്ന് ആലോചിക്കുകയാണ്, നോക്കിക്കോണം. വെറും 14 വയസ്സായ പെൺകുട്ടി, അതും അവൻ്റെ ആ ഒരു ക്രൂരത നോക്കിക്കണം. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന എന്താണ് മൈനർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന് കേസിൽ നിന്ന് ഇളവ് കിട്ടും. അവൻ കുറച്ചു കാലം കഴിയുമ്പോൾ ജൂനിയറെ കിടന്ന് അവൻ ഇറങ്ങി വിടും. ഞാൻ പറയുന്നത് ഈ ഒരു കൺസിഡറേഷൻ ഇതുപോലുള്ള ക്രിമിനലുകൾക്ക് കൊടുക്കാൻ പാടില്ല. ഈ ക്രിമിനൽ മൈൻഡ് ഉള്ളവരെ അവരെ കൊണ്ട് എങ്ങനെയാണ് ക്രിമിനൽ മൈൻഡ് ഉള്ളവരെ അവരെ ആ രീതിയിൽ തന്നെ ചികിത്സിക്കണമെന്ന് പറയുന്നത്, അല്ലെ ആ രീതിയിൽ തന്നെ ശിക്ഷ കൊടുക്കണമെന്നുള്ളതാണ്.
ഇവനേക്ക് അവിടെ പോയി ഇവൻ്റെയൊക്കെ പോയി ജൂനിയർ ഹോമിൽ കിടന്നു മുന്നിൽ ഇവൻ ഒരു തേങ്ങയും ഫാമല്ലേ, ഇവൻ നാളെ ഇറങ്ങിയിട്ട് ഇവൻ നാളെ ഇതിൻ്റെ അപ്പുറം ചെയ്യും എന്നുള്ളതാണ്. മനസ്സിലായി? ആ പെൺകുട്ടിക്ക് ജീവൻ നഷ്ടമായ ആ ഒരു വീട്ടുകാർക്ക് ഒരു മോള് പോയി എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കാനുള്ളത്, ഈ പെൺകുട്ടി രാവിലെ സ്കൂളിൽ പോകണം. അപ്പോൾ നിങ്ങൾ രക്ഷകർത്താക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പെൺകുട്ടികളൊക്കെ പറഞ്ഞു വിടുന്നത് സ്കൂളിൽ തന്നെയാണോ പോകുന്നത്, കയറുന്നുണ്ടോ, പോകുന്നുണ്ടോ, ഇവരൊക്കെ പിന്നെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കണം. ഇപ്പോൾ ഇവർ വൈകിട്ടാണ് അറിയുന്നത്. അവർ വരുന്നത് രാവിലെ സ്കൂളിൽ പോയി സ്കൂളിൽ ഇരുന്ന് പഠിക്കുകയാണെന്ന് വിചാരിച്ചു. ഇവരെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് പോയത്. സ്കൂളിലോട്ട് കയറി അവിടെ ഇരുന്ന് കുറച്ച് സംസാരിച്ചതിന് ശേഷം ഇവർ ടപ്പനെ ഇറങ്ങി കാമുകൻ്റെ കൂടെ പോവുകയാണ്. കാമുകൻ ഇത് വാശി തീർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചതിന് ശേഷം മറ്റുള്ള സുഹൃത്തുക്കൾക്ക് കാഴ്ചവെച്ചോ എന്നുള്ളതൊരു സംശയം വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു എന്താ വളരെ എന്താണ് ശക്തമായ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പയ്യൻ പറഞ്ഞിരിക്കുന്നത് ഇല്ല ഞാൻ മാത്രമാണ് ചെയ്തത് എന്ന് വളരെ ചങ്കൂറ്റത്തോടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ MDMA യുടെ ഒക്കെ ഉപയോഗമാണ് ഈ പറയുന്ന വസ്തുക്കളൊക്കെ അടിച്ച് കയറ്റി, രാസലഹരിയൊക്കെ അടിച്ച് കയറ്റി കിളി പോയി കിടക്കുന്നത്. അമ്മയെ അറിയത്തില്ല, അമ്മയെ തിരിച്ചറിയത്തില്ല, പെങ്ങളെ തിരിച്ചറിയത്തില്ല, കൂട്ടുകാരികളെ ആരെയും തിരിച്ചറിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ യുവജന ഈ പറയുന്ന ചെറുപ്പക്കാർ 2K കിഡ്സുകൾ മാറുകയാണ്. ഇതുപോലുള്ള കുറേ തെണ്ടികൾ കാണിക്കുന്നതിൻ്റെ ഫുൾ പഴിയും ഈ പറയുന്ന 2K കിഡ്സിന് എന്താണ് അവർക്ക് ഇത് ഈ പറയുന്ന 2K കിഡ്സിലും നല്ല ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ വളർത്തുന്നവരുണ്ട്, വളരുന്നവരുണ്ട്. പക്ഷെ മൊത്തത്തിൽ പറയുമ്പോൾ ഇതെല്ലാം 2K കിഡ്സ്. പണ്ടൊന്നും നമ്മളിതൊന്നും കേട്ടിട്ടൊന്നുമില്ല അല്ലേ? ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നമ്മൾ വല്ല പാണ്ടിലും ആവണിക്കും നമ്മൾ ഞെട്ടി തരിച്ചിരിക്കുന്ന വാർത്തകൾ അറിയും. ഇപ്പം അങ്ങനെ ഇപ്പം നിരന്തരം വാർത്തകളാണ്. അത് കൊച്ചുകുട്ടി 4 വയസ്സ് അല്ലെങ്കിൽ ഒരു 10 വയസ്സ് കഴിഞ്ഞു അവനൊരു ക്രിമിനൽ ഒരു മെന്റാലിറ്റിയിലേക്ക് അവൻ 10 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്ത് തേങ്ങ വേണോ ചെയ്യുന്നത്. ആ രീതിയിലുള്ള രാസലഹരികൾ ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അടിച്ചു കയറ്റിക്കൊട്ട് അമ്മയെ പെങ്ങളെ ഒന്നും തിരിച്ചറിയാതെ വേണമെങ്കിൽ അമ്മയെ കയറി റേപ്പ് ചെയ്യും, വേണമെങ്കിൽ ഈ പറയുന്ന പെങ്ങളെ കയറി റേപ്പ് ചെയ്യും, വേണമെങ്കിൽ വെട്ടിക്കൊല്ലും, വേണമെങ്കിൽ ഒരു ഗ്രഡ്ജ് പോലെയാണ്. കാമുകിയായിട്ട് എന്ത് ചെയ്യണം, പ്രണയമാണ്, അമ്മ സമ്മതിച്ചില്ലെങ്കിൽ വേണമെങ്കിൽ അമ്മയെ കൊല്ലുക, അല്ലെങ്കിൽ കാമുകിയെ കൊല്ലുക, എന്തോന്നിട്ട് ഇതൊക്കെ. അപ്പൊ ഈ ഒരു കേസിൽ വളരെ ശക്തമായിട്ട് ഞാൻ സംശയിക്കുന്നു ഇവൻ ഒറ്റയ്ക്ക് മാത്രമല്ല ഈ ഒരു കൃത്യം ചെയ്തതെന്നും ഇവന്റെ കൂടെ ഇവന്റെ കൂട്ടുകാരോ ആരെങ്കിലും ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇവൻ വളരെ വളരെ മാരകമായ രാസലഹരിക്ക് അടിമയായിരിക്കണം. മനസ്സിലായോ? ആ ഒരു അത്രയ്ക്കൊരു ഒരു സൈക്കോ മൈൻഡിലേക്ക് അവൻ പോയിരിക്കണം. ഈ പറയുന്ന രാസലഹരി കയറ്റുമ്പോൾ അത് ഒറ്റ കാമുകിയാണെന്നോ ഞാൻ ചെറുപ്പമാണെന്നോ അല്ലെങ്കിൽ അമ്മയാണെന്നോ പെങ്ങളാണെന്നോ എന്നൊരു ചിന്തയൊന്നും വരില്ല. അപ്പം ഈ രാസലഹരിയുടെ എഫക്റ്റ് വരുമ്പോൾ എത്രയും ക്രൂരമായിട്ട് കൊലപാതകം ചെയ്യുക, എത്രയും ക്രൂരമായിട്ട് കൊല്ലാൻ പറ്റും. അതായത് 2 കൈയും 2 കാലും കെട്ടിയിട്ടതിന് ശേഷമാണ് ഇവൻ ഈ പീഡനത്തിന് വിധേയമാക്കിയത് എന്നുള്ളതാണ്. അപ്പൊ പോലീസ് മറ്റുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പോൾ തൽക്കാലം പോലീസ് ഇവനാണ് ചെയ്തതെന്നാണ് പുറത്ത് പറഞ്ഞിരിക്കുന്നത്. അതിന് ഈ മറ്റുള്ള പ്രതികളിലേക്ക് എത്തുന്നത് വരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പുറത്ത് പറയത്തുമില്ല. പ്രതികളൊക്കെ ചിലപ്പോൾ മുങ്ങാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ ആ രീതിയിൽ കേസ് മുന്നോട്ട് എടുക്കത്തുള്ളൂ. ഇനിയിപ്പം കുറച്ച് സമയം കഴിയുമ്പോൾ അറിയാം എന്താണ് സംഭവിച്ചത്. ആലോചിച്ച് നോക്കി, 9ാം ക്ലാസ് +1, 14 വയസ്സും 16 വയസ്സും. നിങ്ങളുടെ അപ്പുറം മസ്റ്റേ കമന്റ് ചെയ്ത് നമുക്ക് വിടുക്കണം.